ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഒത്തിരി പേർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കറണ്ട് എനർജിയും അതിൻ്റെ ഒരു ഫ്യൂച്ചറുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിങ്. അല്ലാത്ത വ്യക്തികൾ ഇത് വിട്ടേക്കുക. കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. റെസൊനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കറണ്ട് എനർജി. നൈറ്റ് ഓഫ് വൺസ്, എയ്റ്റ്സ് ഓഫ് പെന്റക്കിൾസ്, ഫോർ ഓഫ് കപ്സ്, വേൾഡ്, സെവൻ ഓഫ് പെന്റക്കിൾസ്, ക്യൂൺ ഓഫ് കപ്സ്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ കറണ്ട് എനർജി ആയിട്ട് നോക്കുമ്പോൾ തേർഡ് പാർട്ടിയും ആ ഒരു വ്യക്തിയും തമ്മിൽ, നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോഴും ഒരു ബന്ധം നിലവിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ഇപ്പോഴും പോയിട്ടില്ല. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു അട്രാക്ഷൻ മാത്രമാണ് കാണിക്കുന്നത്. ഒരു ആഴത്തിലുള്ള ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ലവ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. വെറും ഒരു അട്രാക്ഷന്റെ പേരിൽ മാത്രമാണ് ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതായിട്ടും നിങ്ങളുടെ വ്യക്തി ആ ഒരു തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ വന്നതായിട്ട് കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ എയ്സ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഒരു വർക്ക് പ്ലേസിൽ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം. അതുകൂടാതെ തന്നെ ചില ധനപരമായിട്ടുള്ള ഇടപാടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ചില ധനപരമായിട്ടുള്ള ചില ഇടപാടുകൾ നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഫോർ ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ എപ്പോഴും വേദനയിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി എന്നോട് ഈ ഒരു രീതിയിൽ ചെയ്തല്ലോ, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു വ്യക്തി എന്നോട് ഇത് ചെയ്തു, അതായത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇതിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടിയോടൊത്ത് പോയത് അത് ആ ഒരു വ്യക്തിയുടെ ഒരു വിവേകമില്ലാത്ത ഒരു പ്രവൃത്തിയാണ്. അതല്ലാതെ ഇവിടെ നിങ്ങൾ കാരണം ആ ഒരു വ്യക്തി പോയി എന്ന് നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. അത് കൂടാതെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു നഷ്ടത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പോയി, എനിക്കിത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്നോട് ഈ ഒരു രീതിയിൽ പെരുമാറി എന്നുള്ള ഒരുപാട് ഓവർ തിങ്കിങ് ആണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഒന്ന് കുറയ്ക്കുക. ആ ഒരു വ്യക്തി പൊയ്ക്കോട്ടെ, കുറച്ച് ടൈം കഴിയുമ്പോൾ ആ ഒരു വ്യക്തി അതിൽ നിന്ന് കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് തിരികെ വരൂ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് എനർജി കൊടുത്ത് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കാതെ നിങ്ങൾക്ക് മുന്നിലുള്ള നല്ല അവസരങ്ങൾ, ഇവിടെ നമുക്ക് ഫോർ ഓഫ് കപ്സാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ശ്രദ്ധയെന്ന് പറയുമ്പോൾ ഒരു തകർന്നു വീണ ചില കപ്പിലോട്ടാണ് നിങ്ങളുടെ ആ ഒരു നോട്ടം. പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോഴും ഇവിടെ മറ്റ് കപ്പുകൾ ഇരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മുന്നിലുള്ള കപ്പുകൾ, ആ ഒരു രണ്ട് കപ്പുകൾ നിങ്ങൾ ഇവിടെ കാണാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇനി അതിലോട്ട് നോക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ക്ലോസ് ചെയ്ത് പുതിയൊരു അധ്യായത്തിലോട്ട് നിങ്ങൾ പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു ടൈം ആയെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയെയും ഈ ഒരു വ്യക്തിയെയും കുറിച്ച് ഓർത്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതെ നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറി പുതിയൊരു അധ്യായത്തിലോട്ട് പ്രവേശിക്കുക. ആ ഒരു എനർജിയാണ് നമുക്ക് വേൾഡ് കാർഡ് പറഞ്ഞു തരുന്നത്. അത് മാത്രമല്ല നിങ്ങൾക്കിവിടെ യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു സെവൻ ഓഫ് പെന്റക്കിൾസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ മുൻപ് ചെയ്ത ചില കാര്യങ്ങൾക്കുള്ള ഒരു റിസൾട്ട് ഈ ഒരു അടുത്ത സമയത്തായിട്ട് ലഭിക്കും എന്നുള്ളൊരു എനർജിയാണ് ഈ ഒരു സെവൻ ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക, നിങ്ങളുടെ ഫോക്കസ് ഒന്ന് മാറ്റുക. ഇതാണ് നമുക്ക് കിട്ടുന്ന മെസ്സേജ്.
അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ക്യൂണോ കപ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ ഒരു ക്യൂണോ കപ്സ് നിങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി കൈവരിച്ച് മുന്നോട്ട് പോവുക. ഒപ്പം നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങളുടേതായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അത് കൂടാതെ തന്നെ കറണ്ട് എനർജി ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു കോണ്ടാക്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ ഈ ഒരു ബന്ധം നിലനിൽക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. ഇതൊരു കാർമിക് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പതിയെ പതിയെ ഈ ഒരു ബന്ധം എൻഡായി പോകുമെന്നാണ് കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതായത് ഈ ഒരു തേർഡ് പാർട്ടിയിലോട്ട് പോയി പലതരത്തിലുള്ള അനുഭവങ്ങൾ ഇവർ പഠിക്കുന്നതായിട്ടും അതിനുശേഷം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് പേഷ്യൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. കുറച്ചൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഫ്യൂച്ചറായിട്ട് നോക്കുമ്പോൾ ഇത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നില്ല. കുറച്ചൊരു ടൈം കഴിയുമ്പോൾ അത് എൻഡായി പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങളുടെ എനർജി വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. തേർഡ് പാർട്ടി ആണെങ്കിലും നിങ്ങളുടെ വ്യക്തി ആണെങ്കിലും ഇപ്പോൾ അവരുടേതായ രീതിയിൽ പൊയ്ക്കോട്ടെ. പക്ഷെ അവർക്ക് അവരുടേതായ ഒരു കർമ്മ ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു കർമ്മ നിങ്ങൾക്കും കാണാൻ സാധിക്കും എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് പ്രധാനമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.